അകന്നുപോയ മനുഷ്യരെ നമ്മൾ പോയി കാണണം. 7 വട്ടം നിലത്തു കുമ്പിട്ട് നിലം മുട്ടെ താണു വണങ്ങി അവൻ ചെല്ലുകയാണ്. അപ്പോൾ ക്ഷമിക്കാനുള്ളവൻ എന്താ ചെയ്യണ്ടേ? ക്ഷമിക്കാനുള്ളവൻ കരം വിരിച്ചു പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കണം. മരിക്കുമ്പോൾ അല്ല ചുംബനം കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞാണത്. തുണിയിട്ടിട്ട് ഉമ്മ വയ്ക്കാല്ല ചെയ്യണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ വയ്ക്കണം. സ്വന്തം ഏറ്റവും അടുപ്പമുള്ളവരോടാണ് ഞാൻ ഈ പറയണത്. അകലെയുള്ളവരോടൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷമിച്ചു പോയിക്കോളും. പക്ഷെ നമ്മുടെ ചിലപ്പോൾ അമ്മ പോലും, ഞാനത് പറയും, അമ്മ പോലും ചില മനുഷ്യർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കല്ലേ, അമ്മ പോലും ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞ്. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. ചിലപ്പോൾ പെറ്റമ്മയും മറക്കും, ചിലപ്പോൾ പെറ്റമ്മയും പൊറുക്കാതെ വെച്ചുകൊണ്ടിരിക്കും. പൊറുക്കാതെ പറ്റൂല. പുറത്തില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരാവൂല. പുറത്തില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോവൂല. പുറത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല. പുറത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. പൊറുക്കണം, ക്ഷമിക്കണം. 7 പ്രാവശ്യം നീ പാപം ചെയ്യുകയും 7 പ്രാവശ്യം പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ക്ഷമിക്കണം. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, മനുഷ്യൻ്റെ സ്വഭാവമല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നാലാണ് നമുക്ക് ഈ മനുഷ്യൻ്റെ സ്വഭാവം വെടിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയട്ടെ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഇതാണ് മനുഷ്യൻ്റെ നിയമം. ദൈവത്തിൻ്റെ നിയമമാണ് 7 പ്രാവശ്യം ഒരു ദിവസം നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. ദൈവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഈശോ പറഞ്ഞത് എന്താണ്? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവേൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഉറക്കെ പറഞ്ഞ് ഞങ്ങൾ ആ വാക്ക് കൃത്യമായിട്ട് പറയണം. ഞങ്ങൾ ക്ഷമിച്ചത് പോലെ. ക്ഷമിച്ചാൽ മാത്രമേ ക്ഷമ കിട്ടൂ. ക്ഷമിച്ചാലേ ക്ഷമ കിട്ടുള്ളൂ. നമ്മൾ ഒരു വഴിക്ക് ആരെങ്കിലും കഴുത്തിനെ പിടിക്കുമ്പോൾ മറുവഴിക്ക് അതിനും വലിയ കുടുക്ക് വരും. ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. റോമ 12:20. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി അവൻ്റെ ശിരസിൽ നീ തീക്കനൽ കൂന കൂട്ടും. അതുവഴി ശത്രുവാന്ന് ഓർക്കണം. ശത്രുവിന് കൊടുക്കണം. ശത്രുവിന് വിശന്നിരിക്കാൻ പാടില്ല, ശത്രു ദാഹിച്ചിരിക്കാൻ പാടില്ല, അവന് കൊടുക്കണം. അതുവഴി എന്താ സംഭവിക്കണേ? നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൊണ്ട് കൂന കൂട്ടും. അങ്ങനെയാണ്, അങ്ങനെ പറ്റുള്ളൂ. ക്ഷമയാണ് ഏറ്റവും ഈസിയെന്ന് നമ്മൾ പൊതുവേ കരുതും. പക്ഷെ ക്ഷമിക്കാൻ വലിയ പാടാണ്. ക്ഷമിച്ചാലും അതങ്ങോട്ട് പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയും? സ്ത്രീകൾ പെട്ടെന്ന് ക്ഷമിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്.
ക്ഷമിക്കാനുള്ളൊരു ഹൃദയം അങ്ങനെയാണ്. നിങ്ങൾ ക്ഷമിക്കും. ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ അങ്ങനെയല്ല, ഞങ്ങൾ ക്ഷമിക്കൂല. ദേഷ്യമൊക്കെ വന്ന് പൊട്ടിത്തെറിയും. പക്ഷേ ആണുങ്ങൾക്കൊരു ഗുണമുണ്ട്, അവർ പെട്ടെന്ന് മറന്നു പോകും. നിങ്ങൾ മറക്കൂല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീട്ടിലെപ്പോഴും വഴക്കുണ്ടാവണമെന്ന് അറിയോ? സാധാരണ വീടുകൾ വഴക്കൊക്കെ ഉണ്ടാവാറില്ലേ? വീടുകളിൽ എങ്ങനെയാണ് വഴക്കുണ്ടാവണേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു വഴക്ക്, അതായത് രാവിലെ ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കും. സാധാരണ സ്ത്രീകൾക്ക് ആ സമയത്ത് നിറയെ പണിയാണ്. കാരണം കൊച്ചിനെ സ്കൂളിൽ വിടണം. ഇപ്പോഴത്തെ കാര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ അവൻ്റെ വാട്ടർ ബോട്ടിൽ വരെ നിറച്ച് നമ്മൾ ഷൂവും കൊണ്ട് പിന്നാലെ ഓടിയാലാണ് കൊച്ചു പോവുള്ളൂ. അതുകൊണ്ട് അമ്മ ഓട്ടത്തിലാണ്. ഈ ഭീകരമായ ഓട്ടത്തിൽ അമ്മയുടെ ഈ സാരി തട്ടിയിട്ട് ഗ്ലാസ് ചായ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അത് മറിഞ്ഞു വീണു. ചായ പോകുന്നു, ഗ്ലാസ് പൊട്ടുന്നു. അപ്പോൾ റിയൽ പ്രശ്നം ഗ്ലാസ് പൊട്ടണതാണ്. അപ്പോൾ ഗ്ലാസ് ഈ പൊട്ടണ കണ്ടിട്ട് ഈ നിങ്ങൾ കരുതും ചേട്ടൻ ഇങ്ങനെ ഞെട്ടിത്തെറിക്കൊന്നുമില്ല. പുള്ളി വളരെ സാവധാനം ഈ പൊട്ടിയ ഗ്ലാസ്സിലേക്ക് നോക്കുന്നു. കാരണം ഇനി അത് എടുത്തു വയ്ക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോവിൽ അതിലേക്ക് നോക്കുന്നു. എന്നിട്ടത് എങ്ങനെയൊക്കെയാണ് പൊട്ടിയത്, എവിടം വരെ തെറിച്ചു എന്നൊക്കെ നോക്കിയിട്ട് അപ്പോഴേക്കും ചേച്ചി ചൂലായിട്ട് വന്നിട്ടുണ്ടാവും. അത് വന്ന് ഈ ഗ്ലാസ് വേറെ ആരുടെയും മേത്ത് കാലുമ്മ കൊള്ളണ്ട എന്ന് കരുതി ഇതൊക്കെ അടിച്ചെടുത്ത് അടിക്കണ സമയത്ത് ചേട്ടനൊരു ഡയലോഗ് പറയും. അതിതാണ്, ഈ ഗ്ലാസ് അത് നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അങ്ങനൊരു പ്രയോഗമുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചി ആ ചൂല് ഒരു നിമിഷം സ്റ്റക്കാവും. പിന്നെ ആൾ മൈൻഡ് ചെയ്യില്ല, വീണ്ടും അടിക്കും. അടിച്ചു കഴിയുമ്പോൾ വീണ്ടും ഈ ചേട്ടൻ പറയും, ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചോ എന്ന് പറയും. അപ്പോൾ ഓരോന്ന് പൊട്ടിക്കണത് അത് കേട്ട് കഴിയുമ്പോൾ ചേച്ചി പറയും, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്താ ചെയ്തതെന്ന് ഞാൻ പറയണോ? അപ്പോൾ ചേട്ടാ നിശബ്ദനാവും. പുള്ളിക്ക് അതിലില്ല, ഒന്നും പറയാനില്ല. പിന്നെ ചേച്ചി വിടൂല. ആൾ പതുക്കെ ആ ഗ്ലാസ് മുഴുവൻ അടിച്ചു വാരണവരെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എന്താ ചെയ്തതെന്ന് പറയും. കാരണം ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ പറയും, ചേച്ചിമാർക്ക് എപ്പോഴും നല്ല ഓർമ്മയാണ്. അത് പറയും. അത് പറയുമെന്ന് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തുടങ്ങി ഇന്നേ വരെയുള്ള സകല കാര്യങ്ങളും കൃത്യമായിട്ട് എണ്ണി പറയും. ഒരു 15 പോയിൻ്റ് ഉണ്ടാവും. ഈ 15 പോയിൻറ്റും അടുക്കും ചിട്ടയോടും കൂടി ചേച്ചി പറയും. ഈ ചേട്ടനൊന്നും പറയാൻ കിട്ടില്ല, തിരിച്ച് പറയാൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ഓർമ്മ കിട്ടില്ല. ഇല്ലായിട്ടല്ല, ഓർമ്മ കിട്ടൂല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? പിന്നെ പുള്ളിക്കുള്ള പിടിവള്ളി ചീത്ത പറയാന്നുള്ളതാണ്. ഒരു 2 തെറിയാണ് പറയും. അതാണ് അടുത്ത ഒരു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതെടുത്ത് എറിഞ്ഞു കളയുക. ഇതൊക്കെ ആണ് ഒരു സാധാരണ വീട്ടിലുള്ള വഴക്കിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡാണ് ഞാൻ പറഞ്ഞത്. അത് ഒരാൾക്ക് മറവിയുണ്ട്, മറ്റേ ആൾക്ക് ഓർമ്മയുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്താണോ വായിലിരിക്കുന്നത് അത് പറയും. മറ്റേ ആൾ അത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും. അങ്ങനെയാണ് സാധാരണ വീടുകളിൽ വഴക്കുണ്ടാകുന്നത്. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണ്. സാധാരണഗതിയിൽ ആ വഴക്കുകളൊക്കെ പെട്ടെന്ന് തീരും. ഒരുവിധപ്പെട്ട കുടുംബങ്ങളിലൊക്കെ അത് തീരും. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പിരിയാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ഇട്ടിട്ട് പോയേനെ. കാരണം ഇട്ടിട്ട് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്.
കൊണ്ടു നടക്കാനാണ് കൂടുതൽ പ്രയാസം. ഇട്ടിട്ട് പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ പെട്ടെന്ന് തീരുമാനമെടുക്കും. അവർ മതി എന്ന് നിശ്ചയിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആൺമക്കളോട് കൃത്യമായിട്ട് പറയണം, സൂക്ഷിച്ച് പെരുമാറണമെന്ന്. ഇട്ടിട്ട് പോവും. അതാണ് പെൺകുട്ടികളോടും പറയണത് തന്നെ. പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണ് ചെറുപ്പക്കാർ. അതുകൊണ്ട് ക്ഷമയില്ല. ക്ഷമ വേണം. ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. ഈ ദിവസങ്ങളിൽ വായിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പ്രഭാഷകൻ 1:23 ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. ഒരു സന്തോഷം കൊണ്ട് പറയുന്നതാണിത്. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. പ്രഭാഷകൻ 1:23 ഓർത്ത് വെച്ചേക്കണം. പ്രഭാഷകൻ 1:23 സന്തോഷം പൊട്ടിവിടരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ക്ഷമിക്കണേ. ക്ഷമിക്കാനായിട്ടുള്ള കൃത്യമായ കാരണങ്ങൾ നമ്മുടെ മുന്നിലൊന്നുമില്ല. ഒരുപക്ഷെ ഒറ്റ കാരണമാണുള്ളത്, അറിവില്ലായ്മ കൊണ്ടാണ് ക്ഷമിക്കണത്. അറിവില്ലായ്മ കൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും തെറ്റ് ചെയ്യണത്. അതൊക്കെ അറിയാൻ പാടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരാണ് വേറൊരാളെ ദ്രോഹിക്കണത്? നമുക്ക് തോന്നും അറിഞ്ഞുകൊണ്ടാണ്, പക്ഷെ അറിവില്ലായ്മ കൊണ്ടാണ്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ അയാളുടെ തോട്ടത്തിലിരുന്ന് പുസ്തകം വായിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു മനുഷ്യൻ ആ തോട്ടത്തിലേക്ക് കയറി അവിടെ മുഴുവൻ ചവിട്ടി മെതിച്ച് നടക്കണം. ഒരു മയിലാതെ. ഇയാൾക്ക് ദേഷ്യം വന്ന് ഓടിച്ചെന്ന് അയാൾ ഒരൊറ്റ അടി കൊടുത്തു. അടി കൊടുത്ത് അയാൾ വീണ് എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് കാഴ്ചയില്ലായിരുന്നു. കാഴ്ചയില്ലാത്ത മനുഷ്യനാണ് നിങ്ങളുടെ തോട്ടങ്ങൾ വൃത്തികേടാക്കിയത്. കാഴ്ചയുള്ളവർ ചെയ്യൂല, കാഴ്ചയില്ലാത്തവരാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തോട്ടം ചിലർ നശിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുണ്ട് ചില മനുഷ്യർ, കാഴ്ചയില്ലാത്തവരാണ്. നിങ്ങളുടെ പല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ചിലർ നശിപ്പിച്ചിട്ടുണ്ടാവും. ഓരോ കഥയുണ്ടാക്കി പരദൂഷണം പറഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അടുത്ത് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് ആരെയെന്നറിയും? ഈ അടുത്ത് നിൽക്കണവരോടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. നമ്മളെ ഒരുപക്ഷെ എല്ലാ ദിവസവും പറ്റിക്കണ അംബാനീനെ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് സാധനം വാങ്ങിയാലും ITCക്കാരും റിലയൻസുകാരൊക്കെ നമ്മളെ ഭംഗിയായിട്ട് പറ്റിക്കുന്നുണ്ട്, നമുക്കൊരു വിഷമമില്ല. പക്ഷെ നമ്മുടെ സ്വന്തം അനിയൻ പറ്റിക്കുമ്പോൾ, സ്വന്തം സഹോദരി പറ്റിക്കുമ്പോൾ, ജീവിത പങ്കാളി പറ്റിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഏറ്റവും അടുപ്പമുള്ളവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അത് വലിയൊരു കനലായിട്ട് കിടക്കും, പോവില്ല. നമ്മൾ പോകണമെന്നൊക്കെ കരുതും, സാരില്ല പോട്ടേന്നൊക്കെ കരുതും, പക്ഷെ പോവില്ല. അതിങ്ങനെ നീറുന്നു. പ്രത്യേകിച്ച് അവനവൻ്റെ കുടുംബത്തിൽ ഒരേ പായിലുറങ്ങി ഒരേ പാത്രത്തിലുണ്ടവർ തമ്മിലാണ് ഏറ്റവും വലിയ ശത്രുതയുള്ളത്. അടുക്കാനാവാത്ത വിധം മനുഷ്യരകലണത് അവിടെയാണ്. അത് എല്ലായിടത്തും കൊണ്ടിട്ടാണ്. നിങ്ങൾ കരുതരുത് അയ്യോ എൻ്റെ വീട് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കരുത്. നമ്മൾ കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരുവിധപ്പെട്ട എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരേ പാത്രത്തിലുണ്ടവർ തമ്മിലാണ് ഏറ്റവും വലിയ അകലം വന്നത്.
അവരാണ് കണ്ടാൽ മിണ്ടാത്തവണ്ണം തിരിഞ്ഞു നടക്കണത്. അവരുടെ കല്യാണത്തിനൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ചിലരൊക്കെ കല്യാണത്തിനല്ല, എനിക്ക് മരിച്ച വീട്ടിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു മരിച്ച വീട്ടിൽ പോവാണ്. മരിച്ച വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മരിച്ച വീട്ടിലെ ഏറ്റവും അശ്ലീലമായ കാര്യം ഫോട്ടോ എടുക്കലാണ്. എന്തൊരു ബോറ് പരിപാടിയാണത്. മനുഷ്യർ നിങ്ങളതൊക്കെ പറയണം കേട്ടോ, ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കണം, എൻ്റെ മക്കളെ എൻ്റെ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തോ, മരിച്ചു കിടക്കുമ്പോൾ ഫോട്ടോ എടുക്കരുതെന്ന് പറയണം. മരിച്ചു കിടക്കുമ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് മാത്രമല്ല, എല്ലാവരും നിരത്തി നിർത്തി ശോകഭാവത്തിൽ നിർത്തി ഫോട്ടോ എടുക്കണം. അതാണ് അതിൻ്റെ സങ്കടമുള്ള കാര്യം. ആ സമയത്ത് ഈ ശവസംസ്കാരത്തിന് തൊട്ട് മുന്നുള്ള മണിക്കൂറിലാണ് ഈ കലാപരിപാടി നടക്കണത്. അപ്പോൾ വീട്ടിലെ മിക്കവാറും ചില വീടുകളിൽ ചില കാരണവന്മാരുണ്ട്, അവരിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് മൂത്തമ്മോൻ വാ, മൂത്തമ്മോൻ, കുടുംബം വാ, ഭാര്യ വാ, മക്കൾ വാ, നേരം നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇനിയും അവർ വാ ഇവർ വാ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീട്ടിൽ ശവസംസ്കാരത്തിന് വന്നേക്കുന്നതാണ്. ഇച്ചിരി നേരത്തെ ഒന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു സൈഡിൽ മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇത് നടക്കണേ. അപ്പോൾ പെട്ടെന്ന് പറയണം, മൂത്ത അളിയനെന്തേ? മൂത്ത അളിയനെ കാണാനില്ല. ഈ കാരണവർ വിളിക്കുന്നുണ്ട്, അളിയനെന്തേ അളിയൻ? അപ്പോൾ ഈ എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, എനിക്ക് ഈ കുടുംബം നന്നായിട്ട് അറിയുന്നതാണ്, എൻ്റെ തൊട്ടടുത്ത് ഈ ചേട്ടൻ ഇരിക്കുകയാണ്, ഈ ചേട്ടൻ എഴുന്നേക്കല്ല. ഞാൻ ആളോട് ചോദിക്കുന്നു, അല്ല എൻ്റെ ചേട്ടനെയല്ലേ വിളിക്കണേ, ചെല്ല്. അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറയണേ, അതേ ഈ വീട്ടിലെ മകൻ വിളിക്കട്ടെ, അപ്പം ഞാൻ ചെല്ലാന്ന്. അതായത് പിണക്കണം, ഈ അളിയനും അളിയനും തമ്മിലുള്ള പിണക്കണം. അതുകൊണ്ട് ഈ വീട്ടിലെ മകൻ വിളിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ട അളിയൻ. ഇത്തരം അല്പത്തരം എന്നൊക്കെ പറയാം, ഇങ്ങനെ പറയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത്തരം അല്പത്തരങ്ങൾ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചാൽ മതി. ഇത്തരം അല്പത്തരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അത് മരണ വീട്ടിൽ പോലും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഉള്ളത് കല്യാണ വീട്ടിലാണ്. ഞാൻ അതിൻ്റെ കഥ പറയണില്ല. കല്യാണ വീട്ടിൽ കാണിക്കുന്ന ഷോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കാനം വരും. ആ വാക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നണേ. ഓക്കാനം വരും. അത്രമാത്രം ഡ്യൂപ്ലിസിറ്റികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കല്യാണവും മരണവും എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളെ വല്ലാതെ റിയലല്ലാത്ത കുറേ ഫേക്കുകളാണ്. ഫോട്ടോ എടുക്കലിന് വേണ്ടിയുള്ള ചില ഫേക്കുകൾ പോലെ തന്നെ ഈ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കണ പോലെയൊക്കെയാണ്. ചില കല്യാണ വീട്ടിലും മരണ വീട്ടിലൊക്കെ മനുഷ്യർ ഭയങ്കര ഫേക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ചിലപ്പോൾ ചിരിക്കാറുണ്ട്, പുറത്ത് കാണിക്കാറില്ല. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമിക്കുക എന്നുള്ളത് അത് നമുക്ക് എളുപ്പം നടക്കില്ല. പ്രത്യേകിച്ച് ഏറ്റവും അടുപ്പമുള്ളവരോട്, നമ്മൾ പ്രാണതുല്യം സ്നേഹിച്ചവരോട്, നമ്മൾ അത്രമാത്രം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നവർ നമ്മളെ കുതികാല് വെട്ടുമ്പോൾ, പക്കിന് വെട്ടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവരോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? നമ്മുടെ സമ്പത്തെടുത്തുകൊണ്ട് അവരോടൊക്കെ ക്ഷമിക്കാം, അതിർത്തി മാന്തിയവനോടും ക്ഷമിക്കാം. പക്ഷെ നമ്മുടെ കൂടെ നടന്നവൻ, ശത്രുവിനോട് ക്ഷമിക്കാൻ ഒരു കുഴപ്പമില്ലാന്ന്. ശത്രുവിനോട് ക്ഷമിക്കാൻ എളുപ്പമാണ്. ശത്രുവിനോട് ക്ഷമിക്കാനല്ല പ്രയാസം, കൂടെ നടന്നിട്ട് നമ്മുടെ പക്ക് വെട്ടിയവനോട് ക്ഷമിക്കാനാണ് പ്രയാസം. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. അതിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ യാക്കോബിനെ ഏസാവിനെയും കാണുന്നുണ്ട്. യാക്കോബും ഏസാവും ഇസ്ഹാക്കിൻ്റെ രണ്ട് മക്കളാണ്. നിങ്ങൾക്കറിയാലോ, യാക്കോബ് ഇളയവനാണ്, ഇസഹാക്കാണ് മൂത്തവൻ. മൂത്തവനെ ആണ് ശരിക്കും അപ്പൻ കടിഞ്ഞൂൽ അവകാശം എന്ന രീതിയിൽ അനുഗ്രഹം കൊടുക്കേണ്ടത്. പക്ഷേ ഈ യാക്കോബ് അത് തട്ടിയെടുക്കുകയാണ്. യാക്കോബ് അമ്മയുടെ ഒരു പെറ്റാണ്.
അതുകൊണ്ട് തന്നെ ഈ ഏസാവാണെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട് ഏസാവിൻ്റെ പ്രത്യേകതകളെ പറ്റി. അയാൾ രോമക്കുപ്പായം ഇട്ടതുപോലെ ദേഹം മുഴുവൻ അവന് ചുമന്ന രോമമായിരുന്നു. ഒരു ബോഡി ഷെയ്മിങ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിക്കണ്ടാവും. നമ്മുടെ നാട്ടിലെ ഏറ്റവും ബ്യൂറോക്രസിയുടെ ഉന്നതിയിലിരിക്കുന്ന സ്ത്രീക്ക് വരെ ബോഡി ഷെയ്മിങ് ആക്കേണ്ടി വരുമെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ബോഡി ഷെയ്മിങ് ഉണ്ടാവും. അത് തന്നെ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഓർക്കാണ്, എൻ്റെ കളറ് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഞാൻ ഇതിലും കറുത്താണ് ഇരുന്നത്, ഇപ്പോൾ ഇച്ചിരി വെളുത്തു പോയതാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അനിയനും എൻ്റെ വല്യപ്പച്ചൻ്റെ മക്കളൊക്കെ വെളുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ ഇത് എന്താണിത്, ഞാൻ മാത്രം ഇങ്ങനെ കറുത്തു പോയെന്നാണ്. അപ്പോൾ അമ്മ പറയും, മോനെ അപ്പം കറുത്തതല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് നാൾ കട്ടൻ ചായ കുടിക്കാതെയും എണ്ണ തേക്കാതെയും ഒക്കെ ഇരിക്കുകയും പലതരം സോപ്പുകൾ തേക്കുകയും അവസാനം സോപ്പ് കറുത്തു പോവുകയും ചെയ്തു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ വല്യപ്പച്ചൻ്റെ മോൻ ജോയൽ എന്നാണ് അവൻ്റെ പേര്. ജോയൽ നല്ല തൂവെള്ള കളറാണ്. അവന് തലമുടിയാണെങ്കിൽ ഇങ്ങനെ ചെമ്പിച്ച തലമുടിയും വെള്ളാരങ്കല്ല് കണ്ണുകളാണ് അവൻ്റെ. നല്ല ഒരു കുട്ടപ്പൻ, ആപ്പിൾ പോലെ ഇരിക്കണ കൊച്ച്. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല, ധൈര്യമായിട്ട് പറയാം, സിസ്റ്റേഴ്സ്, നമ്മുടെ പള്ളിയിലെ സിസ്റ്റേഴ്സ് എന്ത് പരിപാടി ഉണ്ടായാലും ഇവൻ്റെ പുറകിൽ ഒരു ചിറക് കെട്ടി വെച്ചിട്ട്, ഇവന് വെറുതെ ചിറക് കെട്ടിയാൽ മതി, ഈ മേക്കപ്പൊന്നും ആവശ്യമില്ല, ചിറക് കെട്ടിയാൽ അവൻ ഉടനെ മാലാകയാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ കല്യാണക്കുടി അല്ല, എന്നാൽ കല്യാണത്തിന് ഈ രണ്ട് സൈഡിൽ നിൽക്കില്ലേ, എന്താണ് ഫ്ലവർ ഗേൾസ് എന്നൊക്കെ പറഞ്ഞ പോലെ, അന്ന് ഒരു സൈഡിൽ ആണും ഒരു സൈഡിൽ പെൺകുട്ടിയായിരുന്നു എൻ്റെയൊക്കെ കാലത്തായിരുന്നു. അപ്പോൾ അവൻ സ്ഥിരം ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ പെണ്ണിൻ്റെ സൈഡിൽ അവനുണ്ടാവും. ഞാനൊന്നും ആ പരിസരത്തേ ഇല്ല. അതൊക്കെ എനിക്ക് ഭയങ്കര മുറിവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സിസ്റ്റേഴ്സ് ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ അവൻ പുൽക്കൂട്ടിലുണ്ടാവും, ഈസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവൻ പാറപ്പുറത്തുണ്ടാവും. നമ്മുടെ ചിറക് വെച്ച ചങ്ങാതി, അപ്പൻ്റെ ചേട്ടൻ്റെ മോനാണ്, ഒരേ പ്രായമാണ്. എനിക്കതിന് വിരോധമില്ല, നമ്മുടെ സ്വന്തം സഹോദരനല്ലേ, ഒരു വിരോധമില്ല. പക്ഷേ അവനെ സ്ഥിരം മാലാകയാക്കുകയും എന്നെ എന്തിനാണ് എപ്പോഴും പിശാചാക്കണേ എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ഗൗരവമുള്ള പ്രശ്നമാണ്. നമ്മളെ സ്ഥിരം പിശാചാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെന്താണ് ഇങ്ങനെ. അത് എനിക്കാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കും. ഇന്ന് കുറച്ചുകൂടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് എനിക്കാണ് ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ കുട്ടികൾ വളരെ ഫാർ ബെറ്ററാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ബോഡി ഷെയ്മിങ് പൊതുവെ സമ്മതിക്കൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ചിലപ്പോൾ പറയും, കൊച്ച് ഈവൻ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. ചോദിക്കാൻ പാടില്ല, ചോദിക്കേണ്ട കാര്യമില്ല. കുഞ്ഞായാൽ മതി, ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല. കൊച്ച് ആണാണോ കൊച്ച് പെണ്ണാണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, ഇനിയും കൊച്ച് അടുത്ത ചോദ്യമാണ്, കൊച്ച് കറുത്തിട്ടാണോ കൊച്ച് വെളുത്തിട്ടാണോ? കറുത്തതായാലും വെളുത്തായാലും ഒരു കുഴപ്പമില്ല. ഒന്നാമത് അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക. വെറുതെ ചോദിക്കുകയാണ്. കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചോദിക്കണം. നിനക്ക് ജോലിയായില്ലേ? ആള് ആകെ തകർന്നായിരിക്കും നിൽക്കണേ. ആ സമയത്താണ് അഞ്ചാമത്തെ ആളായിരിക്കും ചോദിക്കണേ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, ജോലിയായില്ലേ എന്ന്. കല്യാണം ആയില്ലേ? അടുത്ത ചോദ്യമാണ്. ഒരാവശ്യമില്ല. എങ്കിൽ ചേച്ചി പറഞ്ഞാൽ ആലോചിക്കാൻ ചിലപ്പോൾ പറയും. അടുത്ത ചോദ്യമാണ്, കൊച്ചായില്ലേ? അവർ 10 സ്ഥലത്ത് ചികിത്സ എടുത്തിരിക്കുന്ന മനുഷ്യരാണ്, വിഷമിച്ച് നിൽക്കണവരാണ്. അപ്പോഴാണ് കൊച്ചായില്ലേ എന്ന്. ദയവേത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. അതൊരു മാന്യതയാണ്. അത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. പ്രായം കൂടുന്തോറും ചോദ്യം കൂടും. അതുകൊണ്ട് പ്രായം കൂടുന്തോറും ഈ ചോദ്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ചോദിക്കാവും.
കൂടുതൽ ശ്രദ്ധയോടെ ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് എഴുതി ചോദിക്കുന്നതായിരിക്കും. എന്നാലും ഇങ്ങനെ ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഞാൻ ഏസാവിനെ പറ്റി പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. ഏസാവ് അപ്പൻ്റെ പ്രിയപ്പെട്ടവനും യാക്കോബ് അമ്മയുടെ പ്രിയപ്പെട്ടവനും. പക്ഷെ അമ്മ ഒരു ചെറിയ കുബുദ്ധി കാണിച്ച് അന്ധനായ ഇസഹാക്കിൽ നിന്ന്, നിങ്ങൾക്ക് കഥയൊക്കെ അറിയാലോ, അനുഗ്രഹം വാങ്ങിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ഒരു കോപ്പ പായസത്തിൻ്റെ മുന്നിലാണ് ഈ ഏസാവ്, ഒരു കോപ്പ പായസത്തിൻ്റെ മുന്നിലാണ് ഏസാവ് നീ എടുത്തോന്ന് പറയണേ. കാരണം വിശന്ന് വലഞ്ഞു വരുന്ന മനുഷ്യന് ഇത് കേൾക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അവൻ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ മതി. ഇത് മുതലാക്കിയിട്ട് അനിയൻ ചേട്ടനെ പറ്റിക്കുകയാണ്, ഭംഗിയായിട്ട് പറ്റിക്കുകയാണ്. അനിയൻ ചേട്ടനെ പറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അനിയൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളത് എഴുതി വെച്ച് കണ്ട് പഠിക്കണം ജീവിതത്തിൽ. കാരണം യാക്കോബ് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല. യാക്കോബ് പിന്നെ ഓട്ടമാണ്, പിന്നെ അവൻ്റെ ജീവിതം ഓട്ടമാണ്. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം മുതൽ അങ്ങോട്ട് യാക്കോബ് ലാബാൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പിന്നെ അവൻ ഓട്ടമാണ്. ഈ ഓട്ടത്തിൽ കുറച്ച് നാളൊന്നുമല്ല, 20 കൊല്ലമാണ് അവൻ ഓടുന്നത്. 20 കൊല്ലം ഈ യാക്കോബ് ഓടുകയാണ്. എവിടെ? മരുഭൂമിയിലേക്ക്. അമ്മായിപ്പൻ ലാബാൻ്റെ അടുത്തേക്ക്. അമ്മായിപ്പനാവണത് വേറെ കഥ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ചേട്ടനെ പറ്റിച്ച് വന്നവനെ ആര് പറ്റിക്കും? അമ്മായിപ്പൻ പറ്റിക്കും. ഇത് ലോകനീതിയാണ്. ചേട്ടനെ പറ്റിക്കണവനെ അമ്മായിപ്പൻ പറ്റിക്കും. ലാബാൻ പറ്റിച്ചു. ലയ എന്ന് പറയുന്ന മകളെ കെട്ടിച്ചു. ഇത് റാഹേലിനെ കാണിച്ചിട്ട്, ഇളയവളെ കാണിച്ചിട്ട് മൂത്തവളെ കെട്ടിക്കുകയാണ്. എന്തൊരിടപാടാണ്! തീർന്നില്ല. 7 കൊല്ലമല്ല, 7 കൊല്ലം കഴിഞ്ഞപ്പോൾ നീ ഇനി 7 കൊല്ലം അടിമപ്പണിയാണെങ്കിൽ ഞാൻ റാഹേലിനെ തരാം. പ്രണയമൂത്ത് 14 കൊല്ലം അടിമപ്പണിയാണ്. 14 കൊല്ലം അടിമപ്പണി ചെയ്തിട്ട് ശേഷമാണ്. അപ്പോഴും നിങ്ങൾ കരുതി യാക്കോബ് സൂപ്പറായിരുന്നു. ഒരു സൂപ്പറായില്ല. പിന്നെ വീണ്ടും 7 കൊല്ലം ഈ ലാബാൻ്റെ വീട്ടിൽ അവൻ്റെ ആടുകളെ നോക്കി ജീവിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 10 വാക്യം മുതൽ അത് കാണുന്നുണ്ട്. യാക്കോബ് ബർഷബായിൽ നിന്ന്, ബർഷബ എന്ന് പറയുന്നത് ലാബാൻ്റെ അടുത്താണ്, ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിൻ്റെ സന്തതികൾ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഇങ്ങനെയൊക്കെ പറയാണ്. ഒരു സ്വപ്നമാണ് യാക്കോബിന് ഉണ്ടായൊരു സ്വപ്നം. യാക്കോബ്, ഞാൻ പറഞ്ഞു, അവന് ഉറക്കമില്ലാത്ത മനുഷ്യനാണ്. ഉറക്കമില്ലാത്ത യാക്കോബ് ദർശനം കണ്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റ് ഒരു കല്ലെടുത്ത് അവിടെ കുത്തിയിട്ട്, ഒരു തൂണായിട്ട് കുത്തി നിർത്തിയിട്ട് അതിലേൽ എണ്ണ ഒഴിച്ചിട്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലത്തിൻ്റെ പേര് ബഥേൽ എന്നാണ്. ബഥേൽ എന്നാൽ
ദൈവത്തിൻ്റെ ഭവനം. ബേഥേൽ എന്നാൽ ദൈവത്തിൻ്റെ ഭവനം. പക്ഷേ യാക്കോബ് അന്ന് തീരുമാനിച്ചു തിരിച്ചു പോകണം. ഈ ലാബാൻ്റെ അടിമത്തത്തിൽ നിന്ന് അയാൾക്ക് തിരിച്ചു പോകണം. അയാൾ തിരിച്ചുപോയി. 20 കൊല്ലങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു പോയിട്ട് ലാബാൻ വിട്ടൊന്നുമില്ല. അയാൾ പിന്തുടർന്നു. പക്ഷേ ഇയാൾ കുറച്ചുകൂടെയും സൂത്രക്കാരനായതുകൊണ്ട്, പണ്ടേ സൂത്രക്കാരനാണ്, അതുകൊണ്ട് യാക്കോബ് രക്ഷപ്പെട്ട് ഓടി. യാക്കോബ് വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്, രണ്ടാമത്തെ സ്വപ്നം. അത് രാത്രിയാണ്. എപ്പോഴാണെന്നറിയാം സ്വപ്നം കാണുന്നത്? ചേട്ടനെ കാണാൻ വേണ്ടി പോവാണ്. ഏസാവിനെ പേടിച്ചിട്ട് തിരിച്ചോടിയ മനുഷ്യനാണ്. ഇപ്പം തിരിച്ച് ഏസാവിനെ കാണാൻ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. 20 കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ പറ്റൂ കേട്ടോ. ചില സഹോദരങ്ങളൊക്കെ തമ്മിൽ മിണ്ടണത് 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഈ ഈസ്റ്ററിന് മിണ്ടാൻ ആർക്കെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഉപയോഗിക്കണത് നല്ലതാ. മിണ്ടാത്ത മനുഷ്യരുണ്ട് ഇവിടെ. മിണ്ടാത്തവർ, വർഷങ്ങളായിട്ട് മിണ്ടാത്തവർ, സ്വന്തം സഹോദരങ്ങൾ. മിണ്ടണം. മിണ്ടലാണ് സ്നേഹം, മിണ്ടലാണ് ക്ഷമ. പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് പ്രവചനപരമൊന്നുമല്ല. ആത്മീയത എന്ന് പറയുന്നത് ദർശനപരമല്ല. ആത്മീയത എന്ന് പറയുന്നത് കുറേ നേരം പ്രാർത്ഥിക്കുന്നതുമല്ല. ആത്മീയത എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത ഏത് ആത്മീയതയും ശുഷ്കാണ്. ക്ഷമിക്കുക എന്നുള്ളത് പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ വളരെ പ്രയാസമാണ്. ചെറിയ ഒരു മുട്ടുസൂചിക്ക് പോലും നമുക്കെടുക്കാൻ പ്രയാസമാണ്. ആ പ്രയാസം ഏറ്റുവാങ്ങാൻ തയ്യാറായാലാണ്, ആ പ്രയാസമാണ് കർത്താവ് കുരിശിൽ പൂർത്തിയാക്കിയതെന്ന് തിരിച്ചറിഞ്ഞാലാണ് ഈ നോമ്പുകാല ധ്യാനാവുള്ളൂ. ഈ നോമ്പ് ചൈതന്യമാവുള്ളൂ. അല്ലാതെ നിങ്ങൾ 50 ദിവസം ഞാൻ ഇറച്ചി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവുമില്ല. മറിച്ച് 50 ദിവസമായിട്ട് മിണ്ടാത്ത നിൻ്റെ സഹോദരനോട് നീ മിണ്ടിക്കഴിഞ്ഞാൽ അതാണ് ആത്മീയതയുടെ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുക. മിണ്ടണം. അകന്നുപോയ ബന്ധങ്ങളെ അടുപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും അടുപ്പമുള്ളവർ. ഇവിടെ നമ്മൾ കാണുന്ന സഹോദരൻ, സ്വന്തം ചേട്ടൻ. സ്വന്തം ചേട്ടനാണ്. അവൻ്റെ അരികിലേക്ക് അനിയൻ ചെല്ലുകയാണ്. ചേട്ടനറിയാം ഇവൻ തനി കള്ളത്തരം കാണിച്ചിട്ട് പറ്റിച്ചു പോയതാണ്, എന്നെ വഞ്ചിച്ച് ഈ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞൂലാവകാശം തട്ടിയെടുത്ത് പോയവനാണെന്ന് ഈ ചേട്ടൻ ഏസാവിന് കൃത്യമായിട്ട് അറിയാം. ആ ഏസാവാണ് ഇവിടെ ഇയാളെ കാത്തു നിൽക്കുകയാണ്. യാക്കോബിന് പേടിയാ. യാക്കോബ് എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം ഭാര്യേനെയും മക്കളെയും പരിചാരകരെയൊക്കെ ആദ്യം വിടും. എന്നിട്ട് യാബോക്ക് കടവത്ത്, യാക്കോബ് കടവല്ല, യാബോക്ക് കടവത്ത് യാക്കോബ് ഒറ്റയ്ക്കിരിക്കും. ആ രാത്രിയിൽ അവനൊരു സ്വപ്നം കാണും. ആ സ്വപ്നം ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. ദൈവത്തിൻ്റെ ദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ക്ഷമിക്കുക എന്നുള്ളത് മൽപ്പിടുത്തമാണ്. നമുക്ക് പറ്റൂല. ഒരു ഗുസ്തിയിൽ ഒരാളെ തോപ്പിക്കണേക്കാളും പ്രയാസമാണ് നിന്റെ സ്വന്തം സഹോദരനോട് ക്ഷമിക്കാനായിട്ട് പറ്റണത്. ആ ക്ഷമ, എനിക്ക് ക്ഷമ തരുമോ എന്ന് ചോദിക്കാനുള്ള എളിമയ്ക്ക് വേണ്ടിയാണ് ഈ യാക്കോബ് മൽപ്പിടുത്തം നടത്തുന്നത്. ചേട്ടൻ്റെ അരികിലേക്ക് എത്താനുള്ള എളിമ കിട്ടാൻ. അവനവൻ്റെ തെറ്റ് ബോധ്യമാണ്, പക്ഷെ പോകാനായിട്ടുള്ള എളിമയില്ല. അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് പോയേനെ. 20 കൊല്ലം എടുത്തു. ഇപ്പൊ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ?
ഈ ദൂതനായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവൻ്റെ ഡിസ്ക് തെറ്റും. ഡിസ്ക് നട്ടലിൽ ഡിസ്ക് തെറ്റാണ്, കാലിൻ്റെ ഡിസ്ക്. ഈ ഡിസ്ക് തെറ്റിയിട്ട് ഇവനൊരു തരത്തിൽ ഇഴഞ്ഞാണ് പിന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് എത്തണത്. ഇഴഞ്ഞ് ദൂരെ നോക്കുമ്പോൾ എന്താ കാണണമെന്നറിയോ? ചേട്ടൻ ഏസാവ് പണ്ടേ മല്ലനാണ്. അവനൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ യാക്കോബ് പപ്പടം പോലെ പൊടിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഏസാവാണെങ്കിൽ നിൽക്കണതോ 400 പേരായിട്ട് നോക്കിയിരിക്കുക. 400 പേര് ഗുണ്ടകളായിട്ട് നോക്കിയിരിക്കണ പോലെയാണ്. 400 പേരായിട്ട് ചേട്ടൻ അനിയനെ നോക്കിയിരിക്കുകയാണ്. അനിയൻ ഈ യാക്കോബ് അവൻ വളരെ ബുദ്ധിമാനാണ്, വളരെ ക്രുക്കഡാണ്. അവൻ ഈ ചേട്ടൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും അലിയണം എന്ന് കരുതിയിട്ട് ഇഴഞ്ഞു പോണ ഈ ഡിസ്ക് തെറ്റിയിട്ട് ഇങ്ങനെ കാല് വേച്ച് പോണ ഈ യാക്കോബ് 7 പ്രാവശ്യം തല കുമ്പിടുകയാണ്. 7 പ്രാവശ്യം അവൻ തല കുമ്പിട്ട് ഈ ഏസാവിൻ്റെ അടുത്തെത്താണ്. അപ്പോഴെന്താണ് സംഭവിക്കണേ? ഇവൻ കരുതി ചേട്ടൻ ഇപ്പം തന്നെ ഉപദ്രവിക്കും, ചേട്ടൻ അത്രയും പറ്റിച്ചുണ്ട്, ചേട്ടൻ തന്നെ വഴക്ക് പറയും, ദേഷ്യപ്പെടും. ഇതൊക്കെയാണ് അവൻ പ്രതീക്ഷിക്കണേ. പക്ഷെ ചേട്ടൻ എന്താണ് ചെയ്യണമെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം അടിയിൽ വരയിട്ട് എഴുതി വയ്ക്കേണ്ടതാണ്. ഏസാവാകട്ടെ, ഞാൻ തൊട്ട് മുന്നുള്ള വചനം ഒന്നുകൂടി വായിക്കാം. അവൻ അവരുടെ മുമ്പേ നടന്നു, സഹോദരൻ്റെ അടുത്തെത്തുവോളം 7 തവണ യാക്കോബ് നിലം മുട്ടെ താണു വണങ്ങി. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. മനുഷ്യർ തമ്മിൽ ക്ഷമിക്കുമ്പോൾ കണ്ണീര് വരും. എവിടെ ക്ഷമിച്ചാലും, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ക്ഷമിച്ചാലും, സഹോദരങ്ങൾ തമ്മിൽ ക്ഷമിച്ചാലും, അപ്പനും മക്കളും തമ്മിൽ ക്ഷമിച്ചാലും കണ്ണുനീര് വരണം. കണ്ണുനീരാണ് സ്നേഹം. ഈ കണ്ണുനീരാണ് സ്നേഹം. തീരുമാനം എടുക്കണോട്ടോ. അകന്നുപോയ മനുഷ്യരെ നമ്മൾ പോയി കാണണം. 7 വട്ടം നിലത്തു കുമ്പിട്ട് നിലം മുട്ടെ താണു വണങ്ങി അവൻ ചെല്ലുകയാണ്. അപ്പോൾ ക്ഷമിക്കാനുള്ളവൻ എന്താ ചെയ്യണ്ടേ? ക്ഷമിക്കാനുള്ളവൻ കരം വിരിച്ചു പിടിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കണം. മരിക്കുമ്പോൾ അല്ല ചുംബനം കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞാണത്. തുണിയിട്ടിട്ട് ഉമ്മ വയ്ക്കാല്ല ചെയ്യണ്ടേ? ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ വയ്ക്കണം. സ്വന്തം ഏറ്റവും അടുപ്പമുള്ളവരോടാണ് ഞാൻ ഈ പറയണത്. അകലെയുള്ളവരോടൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷമിച്ചു പോയിക്കോളും. പക്ഷെ നമ്മുടെ ചിലപ്പോൾ അമ്മ പോലും, ഞാനത് പറയും, അമ്മ പോലും ചില മനുഷ്യർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കല്ലേ. അമ്മ പോലും ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞ്. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല. ചിലപ്പോൾ പെറ്റമ്മയും മറക്കും, ചിലപ്പോൾ പെറ്റമ്മയും പൊറുക്കാതെ വെച്ചുകൊണ്ടിരിക്കും. പൊറുക്കാതെ പറ്റൂല. പുറത്തില്ലെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരാവൂല. പുറത്തില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോവൂല. പുറത്തില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല. പുറത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. പൊറുക്കണം. ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. റോമ 12:20. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി അവൻ്റെ ശിരസിൽ നീ തീക്കനൽ കൂന കൂട്ടും.
അതുവഴി ശത്രുവാന്ന് ഓർക്കണം. ശത്രുവിന് കൊടുക്കണം. ശത്രുവിന് വിശന്നിരിക്കാൻ പാടില്ല, ശത്രു ദാഹിച്ചിരിക്കാൻ പാടില്ല, അവന് കൊടുക്കണം. അതുവഴി എന്താ സംഭവിക്കണേ? നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൊണ്ട് കൂന കൂട്ടും. അങ്ങനെയാണ്, അങ്ങനെ പറ്റുള്ളൂ. ഈ നെൽസൺ മണ്ടേല നിങ്ങൾക്കറിയാലോ, ആഫ്രിക്കയിൽ അയാൾ എത്ര കൊല്ലാണ് ജയിലിലിട്ടത്? ഒരുപാട് വർഷം, ജീവിതകാലം മുഴുവൻ ജയിലിൽ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴോ സ്വാതന്ത്ര്യം കിട്ടി. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റാവുകയാണ്. അപ്പോൾ എന്താണ് ചെയ്തതെന്നറിയും? തന്നെ ദ്രോഹിച്ചവരെ മുഴുവൻ അയാൾക്ക് വേണമെങ്കിൽ തിരിച്ച് ദ്രോഹിക്കാം. ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഒന്നും. ഒരാളുടെ ക്വാളിറ്റിയാണത്, ക്വാളിറ്റി. ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്, യുദ്ധം. ഇന്നൊരാൾ പറയുന്നുണ്ട് മറ്റേ ആൾ മരിച്ചു പോകുന്നു, അപ്പോൾ സമാധാനം ഉണ്ടാവും. ചിലരൊക്കെ മരിച്ചാലായി വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ വീട്ടിൽ പറയണ പോലെയാണ് ഇപ്പോൾ രാജ്യത്തലവന്മാർ പറയണത്. മരിച്ചാലേ സമാധാനം കിട്ടുള്ളൂ. യുദ്ധമാണ്, യുദ്ധക്കൊതിയാണ്. എനിക്കറിയാൻ പാടില്ല നമ്മുടെ ലോകം എങ്ങോട്ടേക്കാണ് ഈ പോണേന്ന്. മനുഷ്യർക്ക് ക്ഷമിക്കാൻ പറ്റില്ല, പൊറുക്കാൻ പറ്റില്ല. മറ്റ് മനുഷ്യർ ജീവിച്ചിരിക്കണമെന്നും ചിലർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റും, തെറ്റൊക്കെ പറ്റും. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ട ചില വാക്കുകൾ പോട്ടെ എന്നുള്ള വാക്കാണ്. സാരില്ല, 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 പോട്ടെ, അത് സാരില്ല. ഇപ്പോൾ ആ വാക്കുകളൊക്കെ പതുക്കെ അപ്രത്യക്ഷമാണ്. ഒന്നാമത് വീട്ടിലാരും സംസാരം തന്നെയില്ല. ചില വീടുകൾ സിമിത്തേരി പോലെയാണ്. സിമിത്തേരി, ഇവിടെ സിമിത്തേരി എവിടെയാണ്? അവിടെ നീങ്ങിയാണ് അല്ലേ? സിമിത്തേരിയിൽ കല്ലറയുണ്ടല്ല. രണ്ട് തരത്തിലുള്ള വീടുകളാണ് ഞാൻ കണ്ടേക്കണ പലതും. ഒന്ന് സിമിത്തേരി കണക്കെയാണ്, അതെന്ന് പറഞ്ഞാൽ കല്ലറയാണ്. ഓരോരുത്തരും ഓരോ കല്ലറയാണ്. അപ്പനൊരു കല്ലറ, അമ്മ ഒരു കല്ലറ, മക്കൾ വേറെ കല്ലറകൾ. ആരും തമ്മിൽ യാതൊരു ബന്ധമില്ല. ബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വാതിലൊക്കെ പൂട്ടിയേ കിടക്കുകയുള്ളൂ. എനിക്കറിയാൻ പാടില്ല മക്കളൊക്കെ എന്തിനാണ് വാതിൽ പൂട്ടി കിടക്കണേന്ന്. സമ്മതിക്കരുതിട്ടാ. ചെറുപ്പത്തിലേ സമ്മതിക്കാതിരുന്ന് നടക്കും, പൂട്ടി തുടങ്ങിയാൽ പിന്നെ പൂട്ടും. അതുകൊണ്ട് കുട്ടികൾ വാതിൽ തുറന്ന് തന്നെ കിടക്കണതാണ് നല്ലത്. മക്കൾക്ക് ഞാൻ പറയുന്നതൊക്കെ പിടിയിടണ്ട. വാതിലൊന്നും മക്കൾ പൂട്ടണ്ട. എന്ത് ചെയ്യാനാണ് പൂട്ടിയിട്ട്? എല്ലാവരും പൂട്ടി പൂട്ടി സിമിത്തേരി കണക്കെ. എന്നിട്ട് ഒരു ബന്ധമില്ലാതെ അവിടെ ആരും ഒന്നും മിണ്ടൂല. ആകെ ടി വി മാത്രമാണ് മിണ്ടണേ, അല്ലെങ്കിൽ മൊബൈലാണ് മിണ്ടണേ. വേറെ ചില വീടുകളുണ്ട്, അത് പ്രാന്താശുപത്രി പോലെയാണ്. എല്ലാവരും മിണ്ടും, പക്ഷെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് മിണ്ടുന്നത്. ഒരു മയമില്ലാത്ത മിണ്ടലുകളാണ്. അവിടെ എന്തൊക്കെയോ വിളിച്ചു പറയാണ്, അവനവന് വേണ്ടതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ പോവാണ്. ബഹളം മാത്രമേ ഉള്ളൂ. അപ്പം ബഹളം ഉണ്ടാവരുത്, സിമിത്തേരി ആവരുത്. ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് നമ്മുടെ വീടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ശിരസിൽ തീക്കനൽ കൂട്ടുമെന്ന് നമ്മൾ കേൾക്കുന്നത്, അത് നമ്മൾ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ വിശക്കണ മനുഷ്യരെ കാണുമ്പോൾ അങ്ങോട്ട് കൊടുക്കണം. ഒരു സഹോദരന് ഒരു വിഷമം വരുമ്പോൾ, ശരിക്കും വിഷമം വരുമ്പോഴാട്ടോ, ഒരു മരണം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, അപ്പോഴാണ് ക്ഷമിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം. അല്ലാതെ അവൻ അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇപ്പം അങ്ങോട്ട് ചെന്ന് കണ്ടേക്കാം, പോയി കണ്ടേക്കണം. ചാൻസാണ്, ആ ചാൻസ് ഉപയോഗിക്കണം. അപ്പം തന്നെ പോയി കണ്ട് നിനക്ക് എന്താ വേണ്ടേ, എന്താ പറ്റിയേ, നമുക്ക് പറ്റണത് മുഴുവൻ ചെയ്തു കൊടുക്കുക. ഒരാളോട് ക്ഷമിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. ഏറ്റവും എളുപ്പം ക്ഷമിക്കാൻ. മറ്റേത് നമ്മളെ ഇൻഹിബിഷൻ നമ്മളെ സമ്മതിക്കില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്,
ഈ തിരുനാൾ പ്രദക്ഷിണമൊക്കെ, നമ്മുടെ തിരുനാൾ പ്രദക്ഷിണമൊക്കെ ഭയങ്കര കേമാണ്. ഇങ്ങനെ മിക്കവാറും റോഡൊക്കെ തടഞ്ഞ് നമ്മൾ എല്ലാവരെയും അറിയിച്ച് പ്രദക്ഷിണമൊക്കെ നടത്തും. ഈ പ്രദക്ഷിണം നടത്തുമ്പോൾ ഈ വഴക്കായിട്ട് നിൽക്കണ ഈ സഹോദരൻ്റെ കൈമൊന്ന് തൊട്ടാൽ മതി, സ്നേഹവും, പക്ഷെ തൊടൂല. ബാക്കി സകല മനുഷ്യരെ നമ്മൾ തൊടും, ഇടിച്ചിടിച്ച് പോവും, പക്ഷെ സ്വന്തം സഹോദരനെ തൊടൂല. സ്വന്തം ഞാൻ അതിന് വീണ്ടും ഞാൻ പറയണേ, ഈ അടുപ്പമുള്ളവരായിട്ടുള്ള അകലമാണ് ഏറ്റവും വലിയ അകലം. അതാണ് നമുക്ക്, അത് മാറ്റണം. അതിന് ഇൻഹിബിഷൻ സമ്മതിക്കൂല. നമ്മുടെ ഈഗോ ആണ്. നമ്മുടെ ഈഗോ ഇനീഷ്യേറ്റീവ് എടുക്കൂല. ഒരു പാത്രം കോഴിക്കറിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മാറാവുന്ന വഴക്കുകളെ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ളൂ. അതിനപ്പുറം വഴക്കൊന്നുമില്ല. വഴക്കുണ്ടെന്ന് തോന്നാണ്. ചില കുടുംബ വഴക്കുകളൊക്കെ ആണെങ്കിൽ പലർക്കും അറിയാനും കൂടെ പാടില്ല എന്തിനാണ് വഴക്കിട്ടേന്ന്. അറിയാൻ പാടില്ല. പണ്ട് എങ്ങാണ്ട് അപ്പാപ്പനായിട്ട് ഉണ്ടാക്കിയ ഒരു വഴക്കാണ്. ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. ഈ ഇങ്ങനത്തെ ടൗൺ പള്ളികളുടെ ഇടവകയിൽ വലിയ പ്രശ്നമില്ല. ചില ഗ്രാമങ്ങളുടെ ഇടവകളിലൊക്കെ വീട്ടുകാർ തമ്മിലുള്ള വലിയ പ്രശ്നമാണ് പള്ളിയിലെ വലിയ പ്രശ്നം. വീട്ടുകാർ തമ്മിലുള്ള പ്രോബ്ലമാണ്. ആ പള്ളിയിൽ അച്ഛനോ കപ്പ്യാരോ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവിടെ അടിയാണ്. അത് ഈ അടിക്കണവർ തമ്മിലും യാതൊരു പ്രശ്നവുമില്ല. അവരുടെ അപ്പനായിട്ടുണ്ടാക്കിയാണ് അടിയാണ്. മക്കളായിട്ട് തുടരുന്ന അടിയാണ്. മക്കളുടെ മക്കളായിട്ട് തുടരേണ്ടതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ബാറ്റൺ കൈമാറുകയാണ്. അത് നമ്മുടെ ശത്രുക്കളാണ്. നമ്മൾ മതിൽ ഒരരട്ടി കൂടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അവർക്ക് കടക്കാതിരിക്കാൻ. അയൽവക്കം, സ്വന്തക്കാർ. ഞാനിത് എല്ലാവരും ഒട്ടിപ്പിടിച്ച് നടക്കണമെന്നൊന്നും അല്ലടെ ഞാൻ പറയണേ. ഒരു ഡീസൻ്റ് അകലമൊക്കെ നല്ലതാണ്. നോ പറയാനുള്ള അകലം എല്ലാവരും തമ്മിൽ നല്ലതാണ്. ഈവൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പോലും നോ പറയാനുള്ളൊരു അകലം ഉണ്ടാവണം. സഹോദരങ്ങൾ തമ്മിലും ഉണ്ടാവണം. ചില കാര്യങ്ങൾ പറ്റൂല. നോ അത് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റാതെ എല്ലാത്തിനും യെസ് മുകളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയണേ. മറിച്ച് ഞാൻ പെട്ടെന്ന് സമയം നോക്കിയത് പോയോന്നൊരു സംശയം. മറിച്ച് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയണതിൽ നമ്മൾ വിട്ടുകൊടുക്കണം. അതേ പറ്റുള്ളൂ. വിട്ടുകൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കാണ് സാരമില്ല, പോട്ടേന്ന്. മനഃപൂർവ്വം കരുതാണ്. ചെയ്തതൊക്കെ തെമ്മാടിത്തരാണെന്ന് നമുക്ക് 100% ബോധ്യം ഉണ്ടായാലും നമ്മൾ പറയാണ് സാരമില്ല, പോട്ടെ. നമ്മളെങ്ങനെ കുട്ടികളോട് ക്ഷമിക്കണേ? ചില കുട്ടികൾ എന്തൊരു വലിയ വികൃതികളൊക്കെ കാണിക്കും, എന്നാലും നമ്മൾ ക്ഷമിക്കില്ല അവരുടെ അടുത്ത്. കാരണം എന്താ? നമ്മുടെ കൊച്ചാണ്, അറിവില്ലായ്മ കൊണ്ട്. നമ്മുടെ കുട്ടിയാണ്, അറിവില്ലായ്മ കൊണ്ട് പറ്റണതാ. ക്ഷമിക്കും. നമ്മുടെ കുട്ടികളോട് നമ്മൾ ക്ഷമിക്കുകയും നമ്മുടെ സഹോദരനോട് ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. സ്വന്തം മക്കളോട് എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റണേ? അവർ വലുതായാലും അവർ നമുക്ക് കുട്ടിയാണ്, അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റണേ. വലിയ ചെറുക്കന്മാരോട് പോലും അവൻ എന്ത് പോലീസ് കേസ് കൊണ്ടുവന്നോ അല്ല പോലും അവനോട് ക്ഷമിക്കുകയാണ്. പക്ഷേ നമുക്ക് സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല. അത് മിക്കവാറും നമ്മുടെ കുടുംബങ്ങളുടെ സ്വത്ത് തർക്കമാണ് പ്രശ്നം. കുടുംബം ഭാഗം വെപ്പാണ് ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും വഴക്കിൻ്റെ ഏറ്റവും വലിയ സംഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്പാപ്പന്മാരെ, അമ്മാമ്മമാരെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വച്ചേക്കണം. വിൽപ്പത്രം നിർബന്ധമായിട്ട് എഴുതി വയ്ക്കണം. നമ്മുടെ വീടുകളിൽ വഴക്കുണ്ടാവുന്നതിൻ്റെ ഒരു 90% കാരണവും ഇതാണ്, സ്വത്താണ്. സ്വത്ത്. ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ആ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവിടെ ടൗണാണ്. സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ആകെ 2-3 സെൻറ്റ് സ്ഥലമുള്ളൂ. അത് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നീതിപൂർവം എഴുതി വയ്ക്കണം. ഞാൻ വീണ്ടും പറയാം, വിൽപ്പത്രം എഴുതണം. മരിച്ചു പോവും. ഞാൻ വിൽപ്പത്രം എഴുതി വെച്ചേക്കുന്ന ആളാണ്. കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വിൽപ്പത്രം എഴുതി വയ്ക്കണം. എനിക്ക് ഭാര്യയും പിള്ളേരൊന്നുമില്ല, എന്നാലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തല്ലുകൂടുന്നത് സ്വന്തം മക്കളാണ്.
അത് മറക്കരുത്. ഞാൻ ഇപ്പം ഇന്ന് മരിക്കില്ല എന്ന് ആരും കരുതരുത്. മരിക്കും, എപ്പോൾ വേണേലും മരിക്കും, എപ്പോൾ വേണേലും മരിക്കും. അത്രയുള്ള മനുഷ്യർ നിന്ന് നിപ്പിൽ കുഴഞ്ഞു വീണ്, എനിക്ക് പരിചയമുള്ള കുട്ടപ്പൻ ചേട്ടൻ മിനിങ്ങാന്ന് നിന്ന് നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എഴുപന്നേൽ ഓടി നടന്ന ആളാണ്. വിൽപ്പത്രം എഴുതി വയ്ക്കണം, അത് നീതിപൂർവ്വം എഴുതി വയ്ക്കണം. നീതി എന്ന് പറയുന്നത് സ്കെയിൽ വെച്ച് മുറിക്കണതല്ല. നിങ്ങളുടെ മനസാക്ഷി പറയും ഇത് ആൾക്ക് വേണം, ഇത് ഇയാൾക്ക് വേണം, കൃത്യത വേണം. അവനവൻ്റെ മനസാക്ഷി ഒരു തരത്തിലും ബയസ്ഡാവരുത്. നന്നായിട്ട് പ്രാർത്ഥിച്ച് ആലോചിച്ച് തീരുമാനം എടുത്ത് എഴുതി വയ്ക്കണം. വെറുതെ വെള്ളക്കടലാസിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് സാക്ഷികളെ രണ്ടുപേരെ അവരിത് വായിക്കണ്ട. ചിലരുടെ തെറ്റിദ്ധാരണയാണത്. ഇന്ന് മുഴുവൻ വായിച്ചു വേണം സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കണം. അല്ല, ഇത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒപ്പിട്ടത് കണ്ടാൽ മതി സാക്ഷികൾ. വക്കീലന്മാരോട് ഇരിപ്പുണ്ടാവും. എനിക്ക് അത്രയും വിവരമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് കുറച്ചും കൂടി വിവരമുള്ള വക്കീലന്മാരോട് ചോദിച്ചേക്കണം. എന്തോരം പേരുണ്ട് ഇവിടെയൊക്കെ നല്ല മനസ്സുള്ളൊരു മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുള്ള ആരോടെങ്കിലും ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ എഴുതി വയ്ക്കണം. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലുണ്ടല്ലോ പിന്നെ നീണ്ടു പോണ വഴക്കുകളാണ്. ഒരു 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 വേരിന് വേണ്ടി, ഒരു കമ്പിന് വേണ്ടി, ഒരു മതിലിന് വേണ്ടിയൊക്കെയാണ് വഴക്കുകൾ. എന്നിട്ട് കിട്ടിയിട്ട് വല്ല ഗുണമുണ്ടോ? മക്കളാണെങ്കിൽ ആരും നാട്ടിലില്ല, ഈ സാധനം കൊടുക്കാൻ ഇപ്പം ആരുമില്ല. നമ്മൾ ഭയങ്കര വഴക്കിട്ട് കഴിഞ്ഞ 30 വർഷമായിട്ട് വഴക്കുണ്ടാക്കി പിടിച്ചു വെച്ചേക്കണ ഭൂമിയാണ്. ഇപ്പോൾ അവർക്ക് ആർക്കും വേണ്ട. എല്ലാവരും ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമാണ്. നാട്ടിലാരുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വഴക്കുണ്ടാക്കി പിടിപ്പിച്ച് ചെയ്യുന്നതാണ്. ആർക്കും വേണ്ട. ഇനി നമ്മൾ പിടിച്ചു വെച്ചേക്കണ ഈ സാധനത്തിന് ഇപ്പോൾ കുട്ടികൾ കൊടുക്കണ വില എന്താണ്? അതിലും ഭീകരമാണ്. അവരുടെ 1 മാസത്തെ ശമ്പളം ഇല്ലത്. അതാണ് നമ്മൾ 30 കൊല്ലം വഴക്കുണ്ടാക്കി വെച്ചേക്കെന്താ അവൻ്റെ 1 മാസത്തെ ശമ്പളത്തിൻ്റെ സ്ഥാനമില്ല. അപ്പന് ഭ്രാന്താന്ന് പറയും. അങ്ങനെ ഭ്രാന്തി പിടിച്ച് നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. വിട്ടുകൊടുക്കാനുള്ളതൊക്കെ വിട്ടുകൊടുക്കുക, ഉള്ളതൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. സമാധാനം ഉണ്ടാവും മരിച്ചു കഴിഞ്ഞാലും. അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും പിന്നെ അവർ തെറി പറയും. വഴക്കാണല്ലോ. ഞാൻ പറയണതിൻ്റെ ഗൗരവം മനസ്സിലാവണ്ടേ? പിന്നെയും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. വഴക്ക് പരമാവധി ഒഴിവാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോൾ, നമ്മൾ ആ ഒരു ഇനീഷ്യേഷൻ എടുത്തു കഴിയുമ്പോൾ, ഞാൻ ശത്രുവിനെ അവന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുമ്പോൾ അവൻ്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടുന്നു. അവന് പിന്നെ ഉറക്കം വരില്ല. ഈ ഈശോയോട് ചോദിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ഈശോ പറഞ്ഞേ? എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അല്ല, 7 70 പ്രാവശ്യം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ക്ഷമിക്കണമെന്നാണ്. എപ്പോഴും ക്ഷമിക്കണമെന്ന്. എപ്പോഴും ക്ഷമിക്കണമെന്ന് പറയുന്നതിന് വീണ്ടും പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17:4 ദിവസത്തിൽ 7 പ്രാവശ്യം ഒരുവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞതാണ്. ലൂക്ക 17:4. ഒരു ദിവസമാണ് 7 പ്രാവശ്യം നീ പാപം ചെയ്യുകയും 7 പ്രാവശ്യം പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ക്ഷമിക്കണം. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, മനുഷ്യൻ്റെ സ്വഭാവമല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നാലാണ് നമുക്ക് ഈ മനുഷ്യൻ്റെ സ്വഭാവം വെടിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയട്ടെ? പല്ലിന് പകരം പല്ല്,
കണ്ണിന് പകരം കണ്ണ്. ഇതാണ് മനുഷ്യൻ്റെ നിയമം. ദൈവത്തിൻ്റെ നിയമമാണ് 7 പ്രാവശ്യം ഒരു ദിവസം നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം വന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. നീ അവനോട് ക്ഷമിക്കണം. ദൈവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഈശോ പറഞ്ഞത് എന്താണ്? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവേൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഉറക്കെ പറഞ്ഞ് ഞങ്ങൾ ആ വാക്ക് കൃത്യമായിട്ട് പറയണം. ഞങ്ങൾ ക്ഷമിച്ചത് പോലെ. ക്ഷമിച്ചാൽ മാത്രമേ ക്ഷമ കിട്ടൂ. ക്ഷമിച്ചാലേ ക്ഷമ കിട്ടുള്ളൂ. നമ്മൾ ഒരു വഴിക്ക് ആരെങ്കിലും കഴുത്തിനെ പിടിക്കുമ്പോൾ മറുവഴിക്ക് അതിനും വലിയ കുടുക്ക് വരും. ഈശോ ഉപമ പറയുന്നുണ്ട്, സേവകൻ്റെ ഉപമ. താലന്ത് കൊടുക്കാനുണ്ടായിരുന്ന സേവകൻ ധനാറ 100 ധനാറ കൊടുക്കാനുണ്ടായിട്ട് കഴുത്തിന് പിടിച്ചപ്പോൾ അവൻ കൊടുക്കാനുള്ളത് 1000 താലന്താണ്, കുറച്ചൊന്നല്ല. ധനാറയും താലന്തും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമാണ്. ഈ താലന്ത് കൊടുക്കാനുണ്ടായിരുന്നവനാണ് ധനാറ കൊടുക്കാനുണ്ടായിരുന്നവൻ്റെ കഴുത്തിന് കയറി പിടിക്കണത്. നമ്മൾ കുറേ കൊടുക്കാൻ്റെ കർത്താവിന് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം വലുത്. എന്നിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ളവനെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. നീ എന്ത് മര്യാദയോടാണ് ഈ കാണിച്ചത്? ഞാൻ ക്ഷമിക്കൂല, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ കൊക്കിൽ അങ്ങനെയാണ്, നമ്മുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ക്ഷമിക്കൂല എന്ന് പ്രഖ്യാപിച്ചു കളയും. കൊക്കിലെ ജീവനൊക്കെ എപ്പോഴാണെങ്കിലും എടുക്കും, അത്രേ ഉള്ളൂ. ഈ കൊക്കിലെ ജീവനൊക്കെ പെട്ടെന്ന് പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിച്ചതുപോലെ മാത്രമേ കർത്താവ് ക്ഷമിക്കുള്ളൂ. അല്ലെങ്കിൽ ഉത്തരിപ്പ് കടായിട്ടോ ഒക്കെ കിടക്കും, ഒന്നും ക്ഷമിക്കപ്പെടൂല. എല്ലാം കിടക്കും. ശാപമൊന്നുമല്ലോ, ഞാൻ ശാപമൊന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. താങ്ക് യു. ശാപമൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ്. എൻ്റെ കർത്താവ് ഇതുവരെ ആരെയും ശപിച്ചിട്ടില്ല. ആകെ ഒരു അത്തിമരത്തിനെ മാത്രമേ ശപിച്ചിട്ടുള്ളൂ, വേറെ ആരെയും ശപിച്ചിട്ടില്ല. മനുഷ്യരെ ഒന്നും ശപിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ശപിക്കാൻ അറിയാനും പാടില്ല, ശാപത്തിനെ പറ്റി പറയാനും അറിയാൻ പാടില്ല. പക്ഷേ ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചതുപോലെയാണ് നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:25 ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് വരണം. അപ്പോൾ സ്വർഗീയ പിതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്തൊരു കൃത്യമായിട്ടാണ് പറയണത്. പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ പാത്രം താഴെ വെച്ചിട്ട് പോയി രമ്യപ്പെടാനാണ് പറയണം. രമ്യപ്പെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലരും കരുതുക അവൻ വന്ന് രമ്യപ്പെടട്ടെ, അവൻ വന്ന് രമ്യപ്പെടട്ടെ, അവൾ വന്ന് രമ്യപ്പെടട്ടെ. അല്ല, നമ്മൾ പോയാണ് രമ്യപ്പെടുന്നത്. രമ്യതയുടെ ഒരു സുവിശേഷമുണ്ട്. കാണാതെ പോയത് നമ്മൾ അന്വേഷിച്ച് പോകണം. ദൈവം അങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. കാണാതെ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ തുള്ളിച്ചാടുന്ന ഒരു നല്ല ഇടയനുണ്ട്. ആടിനെ കാണാതെ പോയിട്ട്. നമ്മളൊക്കെ ആടുകളാണ്, വെറും ആടുകൾ, കുഞ്ഞാടുകളൊന്നുമല്ല, മുട്ടനാടുകളാണ്. അതുകൊണ്ടാണ് എവിടേക്കോ പോണത്. കാണാതെ പോയ നാണയം ആ സ്ത്രീ അടിച്ചു വാരി കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്തി കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ്. എന്നിട്ട് നാണയത്തെക്കാളും കൂടുതൽ കാശ് ചിലവുണ്ട്. അവളെല്ലാവർക്കും ചിലവിയാണ്, കിട്ടിയേക്കാളും കൂടുതൽ ചിലവിയാണ്. സന്തോഷമാണ് മനുഷ്യർക്ക് ശരിക്കും വേണ്ടത് സന്തോഷമാണ്, നാണയമല്ല.
നാണയമുണ്ടായാൽ സന്തോഷം ഉണ്ടാവുമെന്ന് ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നാണയമുണ്ടായാൽ സന്തോഷം ഉണ്ടാവില്ല. നാണയമല്ല സന്തോഷത്തിൻ്റെ മാപിനി, സ്നേഹമാണ് സന്തോഷത്തിൻ്റെ മാപിനി. സ്നേഹം തന്നെയാണ്, നാണയമല്ല. നാണയം കൊണ്ട് നമുക്ക് പലതും നേടാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് തോന്നല്ല സന്തോഷം നേടാൻ പറ്റുമെന്ന്. കാരണം ഞാൻ കണ്ടേക്കണ പല വലിയ നിരാശയിൽപ്പെട്ട മനുഷ്യരും വലിയ സമ്പന്നരാണ്. ഞാനൊരു പള്ളിയിൽ വികാരിച്ചനായിരുന്നു. ഏത് പള്ളിയാണെന്ന് പറയൂല. ആ പള്ളിയിൽ വികാരിച്ചനായിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു തരത്തിൽ വലിയ സമ്പന്നരായ മനുഷ്യരാണ്, അതിസമ്പന്നരായ മനുഷ്യരുണ്ട്. വേറൊരു തരത്തിൽ അതിദരിദ്രരായ മനുഷ്യരുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നാവെള്ളത്തിൻ്റെ മറ്റേ കാറാപ്പ് എന്ന് പറയില്ലേ, കാറാപ്പ്. ഒരു കാറാപ്പ് കൊണ്ട് ആ ഒരു കുടുംബ യൂണിറ്റ് 32 പേരാണ്. 32 വീട് വെഞ്ചിരിക്കാം, അത്രയും ചെറിയ വീടുകളാണ്. ഇപ്പോഴും ആകെ അവിടെ ഒരു കാറ് മാത്രമുള്ള ഒരു 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 ദ്വീപാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയാണ് ചില ഘടകങ്ങളുണ്ട് അവിടെ. ഈ അതിസമ്പന്നരായ മനുഷ്യർ നേരത്തെ പറഞ്ഞ സിമിത്തേരി കണക്കെ ഒരു സന്തോഷമില്ലാതെ ഭയങ്കര നിരാശയിൽ ജീവിക്കുന്നുണ്ട്. ഒരുതരം അസ്ഥിക്കൂടത്തിൻ്റെ അകത്ത് പെട്ടവണ പോലെ മനുഷ്യർ പുരാവസ്തുക്കളായി മാറിയേക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. മറിച്ച് ഈ ദാരിദ്ര്യം പിടിച്ച സ്ഥലത്തുണ്ടല്ലോ, അവർ ഈ കുടുംബ യൂണിറ്റിൽ ചെല്ലുമ്പോൾ എന്നെ ഞെട്ടിച്ചത്, ഞാൻ ആദ്യത്തെ കുടുംബ യൂണിറ്റിൽ ചെല്ലുകയാണ്. ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നടക്കൂല, ഇങ്ങനെ ഭക്ഷണമൊന്നും ആവശ്യമില്ല, വളരെ ലളിതമാണ് കുടുംബ യൂണിറ്റൊക്കെ. ഒരു ചായയും കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ മതി, അത് തന്നെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ ആവേശം കൊണ്ടു. അപ്പോൾ കുടുംബ യൂണിറ്റ് പ്രസിഡൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോഴാണ് ഒരു കുടുംബ യൂണിറ്റ് കിട്ടുന്നത്. 3 വർഷം കൂടുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും വരുമ്പോൾ അവർക്കൊരു നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് അച്ഛനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള പാങ്ങില്ലല്ലോ. അത് സാരില്ല അച്ഛാ, ഞങ്ങളെല്ലായിടത്തും പോയി ഭക്ഷണം കഴിക്കുന്നതല്ലേ, ഞങ്ങളെല്ലായിടത്തും പോയി ഭക്ഷണം കഴിക്കുന്നതല്ലേ. ഓ, അപ്പം ഞാൻ ചോദിച്ചു, അന്ന് ആ പർട്ടിക്കുലർ വീട്ടിൽ ഞാൻ ചോദിച്ചു, നിങ്ങളിന്ന് ഈ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ടുണ്ടോ? ഉവ്വ, മറ്റേ പലിശക്കാരനോട് കടം വാങ്ങിയിട്ട് തന്നെയാണ് ഇത് നടത്തുന്നത്. പലിശക്കാരനോട് കടം വാങ്ങിയിട്ട് നല്ല ഇറച്ചിയും ചോറൊക്കെ വെച്ച് കുടുംബ യൂണിറ്റ് നടത്തണം. നമുക്ക് പറ്റൂല, നമുക്ക് ആ ലോജിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അവർ തന്നെയാണ് എല്ലാ വർഷവും അവർക്ക് പിക്നിക് ഉണ്ട്. എല്ലാ വർഷവും പോണത് വേളാങ്കണ്ണിക്കാണ്. 5 ദിവസം എടുത്തിട്ടാണ് വേളാങ്കണ്ണിക്ക് പോണത്. 5 ദിവസം ഒരു ബസ്സിലാണ് കയറി പോവാണ്. എന്നിട്ട് അരിയും സാധനങ്ങളൊക്കെ ആ ബസ്സിൻ്റെ സൈഡിലുണ്ടാവും. ഓരോ സ്ഥലത്ത് നിന്ന് അതൊക്കെ കുക്കൊക്കെ ചെയ്ത് വളരെ സമാധാനത്തിൽ 5 ദിവസം എടുത്ത് ഒരു പ്രാവശ്യം മൂന്നാർ വഴിക്കാൻ പോകണമെങ്കിൽ അടുത്ത പ്രാവശ്യം കോയമ്പത്തൂർ വഴിക്ക് പോവും, പിന്നെ വേറെ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വഴി കൂടെ പോവും. എല്ലാ വർഷവും പിക്നിക്കാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ, ഞാൻ കാണുന്ന ഈ അതിസമ്പന്നരുണ്ടല്ലോ, അവർ മാത്രം, ഭാര്യയും ഭർത്താവും മക്കളും മാത്രം സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ പോയിട്ട് വരും, ഒന്നും മിണ്ടാതെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മലേഷ്യ പോയി, സംഭവം തിരിച്ചു വന്നിട്ടുണ്ട്, ഇതുവരെ അതിൻ്റെ വഴക്ക് മാറിയില്ല. നമ്മൾ വിചാരിക്കണ പോലെയല്ല, മണിയല്ല പ്രധാനപ്പെട്ടത്, പക്ഷെ മണിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുള്ളത്, ക്ഷമിക്കാൻ പറ്റാത്തത്. അത് അത്ര പ്രധാനപ്പെട്ടതായിട്ട് കരുതിയിട്ട് നമ്മൾ നമ്മുടെ സ്വസ്ഥത കളയരുത്. സമ്പത്ത് ഇനി അതിലൊക്കെ വരും. നിങ്ങളുടെ മക്കൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പഠിച്ച് നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണേക്കാളും കൂടുതൽ സമ്പത്തായിട്ടൊക്കെ ചിലപ്പോൾ വരും. ഈ പൈസേമ മാത്രം തൂങ്ങിക്കിടന്നു കഴിഞ്ഞാലുണ്ടല്ലോ സമാധാനം കിട്ടില്ല. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതും
ഇത് പുരുഷന്മാരോട് മാത്രമാണ് അല്ല. ഞാൻ ഈ അടുത്തിടെ ഒരു അമ്മയെ പരിചയപ്പെട്ടു. ആ അമ്മയ്ക്ക് കാശ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ടാണ്, സുരക്ഷിതത്വ ബോധം ഇല്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഈ മകൻ്റെ ATM കാർഡ് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ആവശ്യമുള്ളത് എടുത്തോ, അത് പറ്റൂല. അപ്പം നീ അറിയണ്ട എൻ്റെ പേരിൽ 50 ലക്ഷം രൂപ ബാങ്കിലിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അവർ പിന്നെ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. എനിക്കിതുവരെ പിടികിട്ടിയില്ല. നമുക്ക് എല്ലാ പ്രശ്നമൊന്നും തീർക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. 50 ലക്ഷം രൂപ ബാങ്കിലിടണമെന്ന് 80 വയസ്സായ അമ്മ ശടിക്കുകയും എനിക്ക് ATM കാർഡ് വേണ്ട, അങ്ങനെ പൈസ അല്ല എനിക്ക് എടുക്കേണ്ടത്, എൻ്റെ പേരിൽ ഇത്രയും കാശ് ഇടണം എന്ന് ശടിക്കുകയും ചെയ്യുന്ന അമ്മമാരുണ്ട്. ഞാൻ നേരിട്ട് കണ്ടു. അതുകൊണ്ട് പറയുന്നതാണ്, പണം ചില സമയത്ത് നമ്മളെ വല്ലാതെ വിഴുങ്ങും. അതൊന്ന് ഇടയ്ക്ക് നമ്മൾ മനസ്സിലാകണം. നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല, സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി. പിന്നെ വെറുപ്പ് ബാക്കി വയ്ക്കണോ, സ്നേഹം ബാക്കി വയ്ക്കണോ? ക്ഷമിച്ചാൽ സ്നേഹം ബാക്കിയുണ്ടാവും, ക്ഷമിച്ചില്ലെങ്കിൽ വെറുപ്പ് ബാക്കിയുണ്ടാവും.